അപ്പൊ ഇതിന്റെ നിരർത്ഥകത ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചതാ. ഇപ്പൊ നിങ്ങൾ പാടുന്ന മങ്കൂസ് മൗലൂദ്, അതിലൊരു വരിയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൻസാർ നന്മണ്ടയുടെ മങ്കൂസ് മൗലിദിലെ വരികളുടെ രാഗമാണ് നമ്മൾ കേട്ടത്. ഈ രാഗം കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. മങ്കൂസ് മൗലിദിലെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിച്ചു വന്നു എന്നാണ് ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇത് പഠിച്ചിട്ട് എന്താ പാടുന്നത്? വൈറ അസിരിൻ. അറബി നോക്കി വായിക്കാൻ കഴിയാത്ത ഈ വ്യക്തിയാണ് ആ പണ്ഡിതന്മാർ എഴുതി വച്ച മങ്കൂസ് മൗലിദിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്നത്. ആദ്യം അദ്ദേഹം അത് വായിച്ച് പഠിക്കട്ടെ, എന്നിട്ടല്ലേ അതിൻ്റെ ന്യൂനതകൾ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ഇത് അറിയൂല. അതുകൊണ്ട് എന്തും പറയാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ചെറിയ കുട്ടികൾക്ക് പോലും വായിക്കാൻ കഴിയുന്ന ഈ ഭാഗം അദ്ദേഹം എത്ര തെറ്റായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതിൽ മനസ്സിലാക്കാം യോഗ്യത എങ്ങനെയുണ്ട് എന്ന്. മങ്കൂസ് മൗലിദിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ അതിന് അർഹനാണോ അല്ലേ എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. ഇനി ബാക്കി കേട്ടു നോക്കൂ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പിന്നെ ഇയാളുടെ ഒരു കളവ് ആരെങ്കിലും മൈക്ക് സെറ്റിലൂടെയോ പ്രസംഗത്തിലൂടെയോ ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ലല്ലോ. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശിർക്കാണ് ബോധ്യപ്പെടുന്ന മൂപ്പർ വിചാരം. കളവ് പറയുന്നതിനും ഒരു അതിരു വേണ്ടേ സുഹൃത്തുക്കളെ? ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്രയോ ഉസ്താദുമാർ വളരെ കൃത്യമായി അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ, നാണമില്ലാതെ, ലജ്ജയില്ലാതെ മുമ്പിലിരിക്കുന്നവരോട് കളവ് പറയുന്നൊരു മനുഷ്യൻ. അന്നാറക്കണ്ണന് തന്നാലായതും എന്ന് പറഞ്ഞതുപോലെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വായിക്കാൻ കിട്ടിയാലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും അവരെ ഇതിൽ നിന്ന് പിന്മാറ്റുകയും ഈ സത്യത്തെ മൂടിവെക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇവൻ്റേത്. ബാക്കി പറയട്ടെ, കേട്ടോളൂ. അതിന്റെ മലയാളം എങ്ങനെയാ? കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി, താങ്കളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഞാൻ ഒരുപാട് കുറ്റം ചെയ്തിട്ടുണ്ട്, നിങ്ങളോടാണ് ഞാൻ എന്റെ അന്യായം പറയുന്നത്. അള്ളാഹ് പറഞ്ഞത് എന്താ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്ത് പാപം ചെയ്തവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയണേ റസൂലേന്ന്. അത് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് ഇന്ന് മങ്കൂസ് മൗലൂദ് പറയാണെന്ത്? നബി, നിങ്ങളോടാണ്, നിങ്ങളെ ഫളിലുകൊണ്ട് നിങ്ങളെ ജാവുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ ഇയാൾ ഇതിന് അർത്ഥം പറയുന്നുണ്ട്. നബിയെ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അങ്ങയോടാണ് ആവലാതി പറയുന്നത്. ഖുർആൻ എന്താ പറഞ്ഞത്? അയാൾ പറയാ, എന്നോട് ചോദിക്കുക, ഉത്തരം ചെയ്യും. അള്ളാഹിനോട് ചോദിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ പ്രാർത്ഥന നബിയോടാണെന്ന് പറഞ്ഞ് അത് കൂട്ടി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ വാദത്തിൻ്റെ മറുപടി ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട ചൊയലി അബ്ദുള്ള മൗലവിയുടെ പ്രസംഗം കേട്ടാൽ തീരാവുന്ന കേസേ ഉള്ളൂ. വളരെ കൃത്യമായി എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചൊയല് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ചൊയലിക്ക് അഭിപ്രായമില്ലെങ്കിലും ആദ്യം ചൊയല് ഹക്ക് പറഞ്ഞുപോയി. ആ ഹക്ക് വളരെ കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നന്മണ്ടക്ക് മനസ്സിലാകുന്നതാണ്. ഇവിടെയാണ് ആശിഖ് അന്തരീക്ഷം നോക്കിയിട്ട് പറഞ്ഞത്, ഹദ്ദുഅസ്റൂലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തുപോയി, കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തുപോയി. എന്റെ പ്രേമബാലനമേ, ഞാൻ നിങ്ങളോടാണ് ആവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് പുറത്തുക നബിയേ എന്നാണോ അർത്ഥവാക്കിന്റെ അർത്ഥം? ആവശ്യമില്ലാതെ അർത്ഥം വെച്ചാൽ ജനങ്ങളെ മുശ്രിക്കാക്കുന്നതിനാ? മരിച്ചുപോയവർ കുറിച്ചിട്ട വാക്കുകൾ, മരിച്ചുപോയവർ പറഞ്ഞു വെച്ച വാക്കുകൾ ഉമ്മത്തിന് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി. ഉമ്മത്തിനെ നരകത്തിലേക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട, ഉമ്മത്തിനെ മുശ്രിക്കാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കണ്ട. സംഭവിക്കൽ എന്തായിരിക്കും? ഈ അടുത്ത തലമുറ വരെ നരകത്തിലേക്ക് പോയാൽ മുശ്രിക്കാൻ വിശ്വസിക്കേണ്ടി വരൂലേ? എന്തിനാണ് മരിച്ചുപോയവരുടെ വാക്കുകൾ എന്ന ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ മെനക്കിടുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ പോരെ? ഒരാശിക്ക് മൈസൂക്കോട് പറഞ്ഞ വാക്കുകളാണ്. അന്തരീക്ഷം നോക്കിക്കൊണ്ട് തന്റെ പ്രേമവാചകത്തോട് സംസാരിച്ചതാ. എന്താണ് സംസാരിക്കാൻ ന്യായം? മഹബത്ത് വർദ്ധിച്ചപ്പോൾ. മഹബത്ത് വർദ്ധിക്കാൻ കാരണം എന്താണ്?
ഇമാം ബുഖാരിയുടെ ഹദീസ്. അറേബ്യയുടെ പരിസര പ്രദേശത്തുള്ള ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ബധുക്കളായ അറബികൾ, ഗ്രാമീണരായ അറബികൾ, അറാബികളായ അറബികൾ മഴയില്ലാതെ അവരെ കൃഷി നശിക്കാൻ തുടങ്ങി. ഒട്ടകങ്ങളും മറ്റും ചത്തൊടുങ്ങാൻ തുടങ്ങി. സമ്പത്തുകൾ നശിക്കാൻ തുടങ്ങി. കുടിക്കാൻ വെള്ളം കിട്ടാതെ ജനം മരിക്കാൻ തുടങ്ങി. ഈ ഗ്രാമീണരായ അറബികൾ റസൂലുള്ളാഹി തങ്ങളെ ഹദ്റത്തിലേക്ക് വന്നു. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. യാ റസൂലല്ലാഹ്, മഴയില്ല നബിയെ, ഞങ്ങളെ സ്വത്തുക്കളൊക്കെ നശിച്ചു നബിയെ, ഒട്ടകങ്ങൾ ചത്തൊടുങ്ങി, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ ഞങ്ങളും ഇപ്പം മരിക്കും. അള്ളാഹുവോട് പറ നബിയെ, കുറച്ച് വെള്ളം തരാൻ. ഇഷ്കാണ്. ഇനി ഷറഹുല്ലന മൗലൂദില്ലേ, അതിലുണ്ട് ഇങ്ങനത്തെ വരികൾ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീറു ഫികക ദഹസൻ തളന്നി യാ ബശീറു യാ നദീറു. ഇതിനേക്കാളും രസകരമായ രീതിയിലാണ് ഷറഫുൽ അനാമിൻ്റെ വരികൾ ഇയാൾ അവതരിപ്പിക്കുന്നത്. സാധാരണക്കാർക്ക് ആർക്ക് കേട്ടാലും ഇയാളുടെ അറിവും അറബിയിലുള്ള യോഗ്യതയും എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ അവതരണം മതി. ഇയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ന്യായമുണ്ടാകും. ഞാൻ നിങ്ങളെപ്പോലെ പ്രതിഫലം ലഭിക്കാനും കൂലി കിട്ടാനും വേണ്ടി അവതരിപ്പിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന ആളല്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, വിമർശിക്കാനാണെങ്കിലും ഇത് പഠിച്ചു വരണം. ഈ മങ്കൂസ് മൗലിദിലെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ഞാൻ പഠിച്ചു വന്നു എന്ന് പറഞ്ഞ ആള് ഇത് പഠിക്കണമായിരുന്നു. അല്ലെങ്കിൽ സ്വയം പരിഹാസ്യനായിട്ട്. അബ്ദുക നബിയെ, നിന്റെ അടിമ, മിസ്കീനു യർജു, ഈ പാവപ്പെട്ട അടിമ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ. ഫളിലകൽ ജമ്മൽ ഗഫീറു, നിന്റെ ഫളിലുകൊണ്ട് നിന്റെ എല്ലാ പാപവും എനിക്ക് പുറത്തു കിട്ടണം. അതിനാ ഞാൻ ഈ മൗലൂദ് കഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ നെയ്ച്ചോറ് തിന്നുന്നത്, അതിനാ ഞങ്ങൾ ഈ ഇശൽ ഗാനമേള നടത്തുന്നത്, അതിനാ റോഡ് ബ്ലോക്ക് ആക്കുന്നത്. എന്ത് കിട്ടണം? ജമ്മൽ ഗഫീറു, എല്ലാ പാപവും പുറത്തു കിട്ടണം. ഫികക ദഹസൻ തളന്നി യാ ബശീറു യാ നദീറു. ഈ വരികളിലും നിബിതങ്ങളോട് പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ വിവരദോഷിയുടെ പരിഭവം. എന്താ തെളിവ്? ഇയാളുടെ വായും നാവും മാത്രം. വളരെ കൃത്യമായി എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം ഇത് വായിക്കാൻ പഠിക്കുക മൗലവി. അഹ്സൻതു, അഹ്സൻത, അഹ്സൻത്വ, എന്താണ് പറയുന്നത് എന്നും അറിയില്ല, എന്താണ് പറയേണ്ടത് എന്നും അറിയാതെ മുമ്പിലിരിക്കുന്ന വിവരമില്ലാത്ത അണികളെ ചതിക്കുകയാണ്. ഇത്തരം ഷർറിൽ നിന്ന് നാഥൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ.